Hi, welcome to my channel Mathematics Made Easy by Mary MJ. ഇന്ന് നമ്മൾ +1 ഫോക്കസ് ഏരിയ ബേസ്ഡ് ചാപ്റ്റർ 5 കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഫോക്കസ് ഏരിയ വരുന്നത് ഏത് ഭാഗമാണെന്നുള്ളത് പറയാം. അപ്പോൾ ഫോക്കസ് ഏരിയ വരുന്നത് ആൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്, അത് മാത്രമാണ് ഫോക്കസ് ഏരിയയിൽ വരുന്നത്. ആൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഈ ചാപ്റ്റർ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, എന്നിട്ട് പ്രോബ്ലംസിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് കോംപ്ലക്സ് നമ്പർ എന്താണെന്നുള്ളത് പറയാം. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോം Z is equal to A plus IB എന്നാണ് കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോം. അതായത് ഒരു കോംപ്ലക്സ് നമ്പറിൽ ഒരു റിയൽ പാർട്ട് ഉണ്ടാവും, ഒരു ഇമാജിനറി പാർട്ട് ഉണ്ടാവും. അപ്പോൾ രണ്ടും കൂടെ വരുന്നതാണ് കോംപ്ലക്സ് നമ്പർ. അപ്പോൾ ഐൻ്റെ കൂടെ വരുന്ന ആ ഭാഗത്തിനെയാണ് ഇമാജിനറി. ഈ ഫസ്റ്റ് പാർട്ടാണ് റിയൽ പാർട്ട്. റിയൽ Z എന്ന് പറഞ്ഞാൽ എയും ഇമാജിനറി Z എന്ന് പറഞ്ഞാൽ ബിയും ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. റിയൽ Z is equal to A and imaginary Z is equal to B. അപ്പോൾ രണ്ടാമത്തെ ഭാഗം ഇമാജിനറി പാർട്ട്. ഈ ഐൻ്റെ വാല്യൂ എന്താണെന്നറിയോ? I is root of -1. റൂട്ട് ഓഫ് -1 ആണ് നമ്മൾ I എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ I² എന്തായിരിക്കും? I² റൂട്ട് ഓഫ് -1 ഇൻറ്റു റൂട്ട് ഓഫ് -1 എന്ന് പറയുമ്പോൾ -1. അപ്പോൾ I² -1ഉം I³ എന്ന് വെച്ചാൽ I² ഇൻറ്റു I ആണ്. I² -1 ആകുമ്പോൾ -1 ഇൻറ്റു I is -I. പിന്നെ I⁴ എന്താണ്? I⁴ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് I² ഇൻറ്റു I². I² ഓൾറെഡി നമുക്കിവിടെ കിട്ടി, -1 ഇൻറ്റു -1 വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ I⁴ ആണ് 1. അപ്പോൾ I⁴ 1 ആണെങ്കിൽ പവേഴ്സ് ഓഫ് ഐൻ്റെ പവേഴ്സ് 4ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നതൊക്കെ 1 ആയിരിക്കും. അതായത് I⁴ 1 ആണ്. പിന്നെ I⁸ എങ്ങനെ എഴുതാം? I⁴ അതാണ് I⁸ അല്ലേ? അപ്പോൾ ഇതാണ് I⁸. I⁸ എന്ന് പറയുന്നതും 1² ദറ്റ് ഈസ് 1 ബിക്കോസ് I⁴ 1 ആയതുകൊണ്ട് 1² എന്ന് പറയുന്നതും 1 ആണ്. പിന്നെ അങ്ങനെയാണെങ്കിൽ I⁴ മൾട്ടിപ്പിൾസ് ഒക്കെ 12 എടുത്താലും അത് 1 ആണ്. കാരണം ഇതിനെങ്ങനെ എഴുതാം? I⁴ അത് I⁴ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഐൻ്റെ പവർ ഓഫ് 4 ആയിട്ട് വരുന്ന എല്ലാം നമുക്ക് 1 ആയിട്ട് കിട്ടും. അപ്പോൾ ജനറലി നമുക്ക് എങ്ങനെ പറയാം? I⁴k ഈസ് ഈക്വൽ ടു 1. സോ I⁴k ഈസ് ഈക്വൽ ടു 1. അപ്പോൾ I⁴k പ്ലസ് 1 എന്തായിരിക്കും? I⁴k പ്ലസ് 1 എന്തായിട്ട് വരും? ദാറ്റ് ഈസ് I⁴k ഇൻറ്റു I⁴k 1 ആണല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു I. അപ്പോൾ I⁴k പ്ലസ് 2 എന്താണ്? ദാറ്റ് ഈസ് I⁴k ഇൻറ്റു I². അപ്പോൾ I⁴k 1 ആണ്, I² എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ -1. അപ്പോൾ അതേപോലെ I⁴k പ്ലസ് 3 എന്തായിരിക്കും? I⁴k ഇൻറ്റു I⁴. അപ്പോൾ I⁴k 1 ആണ്. I⁴ ആൻസർ നമ്മളിവിടെ ചെയ്തു, ദാറ്റ് ഈസ് -I. അപ്പോൾ എല്ലാം നമുക്ക് ഇങ്ങനെ ഒന്ന് പഠിച്ചു വെക്കാം. I⁴k 1, I⁴k പ്ലസ് 1 ഈക്വൽ ടു I⁴k പ്ലസ് 2 ഇസ് ഈക്വൽ ടു -1, I⁴k പ്ലസ് 3 ഇസ് ഈക്വൽ ടു -I. ഇനി നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് എല്ലാ കോംപ്ലക്സ് നമ്പേഴ്സും ഏത് 2 കോംപ്ലക്സ് നമ്പർ എടുത്താലും നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ 2 കോംപ്ലക്സ് നമ്പർ, ആദ്യത്തെ കോംപ്ലക്സ് നമ്പർ Z1ഉം രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ Z2 ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ആഡ് ചെയ്യുക? അപ്പോൾ Z1 എന്ന് പറയുന്നത് ഞാൻ ഒരു വാല്യൂ എടുത്തു, A പ്ലസ് IB. Z2 എന്ന് പറയുന്നത് C പ്ലസ് ID. ഇങ്ങനെ 2 കോംപ്ലക്സ് നമ്പേഴ്സ് കൂടെ എങ്ങനെ ആഡ് ചെയ്യും? നമ്മളപ്പോൾ അതിൻ്റെ റിയൽ പാർട്ട് ആഡ് ചെയ്യണം. ഇതിൻ്റെ റിയൽ പാർട്ടിൽ എയും ഇതിൻ്റെ റിയൽ പാർട്ടിൽ സിയും ആണ്. അപ്പോൾ A പ്ലസ് C പ്ലസ്
പിന്നെ ഉള്ളത് ഇമാജിനറി പാർട്ടാണ്. രണ്ടിലും ഐ വരുന്നുണ്ട്. സോ ഐ ഇൻറ്റു ബി പ്ലസ് ഡി. അപ്പോൾ Z1 പ്ലസ് Z2 ഇസ് ഈക്വൽ ടു എ പ്ലസ് സി പ്ലസ് ഐ ഇൻറ്റു ബി പ്ലസ് ഡി. അവിടെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും. അപ്പോൾ ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? Z1 മൈനസ് Z2 ചെയ്യുമ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്? റിയൽ പാർട്ട് തമ്മിൽ ആഡ് ചെയ്യുക, ഇമാജിനറി പാർട്ട് തമ്മിൽ ആഡ് ചെയ്യുക. അങ്ങനെയാണ് എഡീഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. സബ്ട്രാക്ഷൻ ആണെങ്കിലും അങ്ങനെ തന്നെ. ഇനി നമുക്കൊരു കോംപ്ലക്സ് നമ്പർ Z1 എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പറിന് അതിൻ്റെ ആഡിറ്റീവ് ഇൻവേഴ്സ് എന്തായിരിക്കും? മൈനസ് Z1 അല്ലേ? ഒരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ ആഡിറ്റീവ് ഇൻവേഴ്സും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0. 0യും നമുക്ക് കോംപ്ലക്സ് നമ്പറായിട്ട് എഴുതാം. 0 പ്ലസ് I0. അപ്പോൾ Z1 എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ കൂടെ അതിൻ്റെ ആഡിറ്റീവ് ഇൻവേഴ്സ്, ഇപ്പോൾ A പ്ലസ് IB എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറിൻ്റെ കൂടെ മൈനസ് ഓഫ് A പ്ലസ് IB ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. 0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ എ കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പർ ആകുമ്പോൾ എപ്പോഴും അതിനൊരു റിയൽ പാർട്ടും ഒരു ഇമാജിനറി പാർട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഒരു കോംപ്ലക്സ് നമ്പർ തന്നെയാണ് കിട്ടുക. പിന്നെ അതായത് Z1 പ്ലസ് Z2 എന്ന് പറയുന്നത് തന്നെയാണ് Z2 പ്ലസ് Z1. കമ്മ്യൂട്ടേറ്റീവ് ലോ സാറ്റിസ്ഫൈഡ് ആണ്. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ എഡീഷനിൽ കമ്മ്യൂട്ടേറ്റിവിറ്റി സാറ്റിസ്ഫൈഡ് ആണ്, അസോസിയേറ്റിവിറ്റി സാറ്റിസ്ഫൈഡ് ആണ്. അസോസിയേറ്റിവിറ്റി എന്ന് പറയുമ്പം Z1 പ്ലസ് Z2 പ്ലസ് Z3 3 കോംപ്ലക്സ് നമ്പേഴ്സ് എടുക്കണം. ഇസ് ദ സെയിം ആസ് Z1 പ്ലസ് Z2 പ്ലസ് Z3. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എന്താണ് ആഡിറ്റീവ് ഇൻവേഴ്സ് എടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ ആഡിറ്റീവ് ഇൻവേഴ്സും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോംപ്ലക്സ് നമ്പർ കിട്ടുന്നത് 0 എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ. 0 പ്ലസ് I0. ഇതേപോലെ നമുക്ക് ഡിഫറൻസ് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ കോംപ്ലക്സ് നമ്പർ തന്നെയാണ് കിട്ടുക. പക്ഷേ അവിടെ കമ്മ്യൂട്ടേറ്റീവ് ലോ ഒന്നും സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, രണ്ട് കോംപ്ലക്സ് നമ്പർ Z1 ആൻഡ് Z2 മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? കോംപ്ലക്സ് നമ്പർ തന്നെയാണ് കിട്ടുക. ഇത് രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ ദെൻ ഓൾസോ ഇറ്റ് വിൽ ബി എ കോംപ്ലക്സ് നമ്പർ. പിന്നെ Z1 ഇൻറ്റു Z2 കമ്മ്യൂട്ടേറ്റീവ് ലോ സാറ്റിസ്ഫൈഡ് ആണ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കേസിൽ. അസോസിയേറ്റീവ് ലോ സാറ്റിസ്ഫൈഡ് ആണ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കേസിൽ. മൾട്ടിപ്ലിക്കേഷനിലും Z1 ഇൻറ്റു Z2 ഇൻറ്റു Z3. പിന്നെ അവിടെ നമുക്ക് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് സാധാരണ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ആണ് ഐഡൻറ്റിറ്റി അല്ലേ? അപ്പോൾ ഇവിടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 1 പ്ലസ് I0 കോംപ്ലക്സ് നമ്പർ ഫോമിൽ എഴുതേണ്ടത് കൊണ്ടാണ് ഇങ്ങനെ 1 പ്ലസ് I0 എന്നുള്ള ഫോമിൽ എഴുതുന്നത്. പിന്നെ Z ഇൻവേഴ്സ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ, Z ഇൻവേഴ്സ്. അപ്പോൾ Z ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ ഇൻവേഴ്സും Z ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി എലമെൻറ്റ് അല്ലേ? 1 പ്ലസ് I0 ആയിരിക്കും. അപ്പോൾ ഒരു നമ്പറും അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 1 അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സാണ്. അതേപോലെ ഒരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ Z ഇൻവേഴ്സ്. ഈ Z ഇൻവേഴ്സ് എങ്ങനെയാണ് കാണുന്നതെന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. is equal to 1 plus I0. അപ്പോൾ a complex number with its inverse gives 1 plus I0. This is the identity element. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ മനസ്സിലാക്കാനുണ്ട്. എങ്ങനെയാണ് ബാക്കി നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് അതൊക്കെ ഇത് കഴിഞ്ഞാൽ കാണിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് Z ഇൻവേഴ്സ് കണ്ടുപിടിക്കുക അതൊന്ന് പറഞ്ഞുതരാം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ Z ഇൻവേഴ്സ് കാണണമെങ്കിൽ Z കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ മോഡ് Z സ്ക്വയർ. അപ്പോൾ Z ഇൻവേഴ്സ് എങ്ങനെയാണ് കാണുന്നത്? Z കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ മോഡ് Z സ്ക്വയർ. അങ്ങനെയാണ് Z ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. പിന്നെ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ ഡിവൈഡ് ചെയ്യും ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. 2 plus 3i divided by 2 minus 3i. ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഇതിനെ എങ്ങനെ കോംപ്ലക്സ് നമ്പർ ഫോമിലേക്ക് കൊണ്ടുവരാം? അതായത് ഇപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ മുകളിലും ഒരു കോംപ്ലക്സ് നമ്പർ താഴെയുമാണ്.
അപ്പോൾ ഇതിനെ കോംപ്ലക്സ് നമ്പർ ഫോമിലേക്ക് ആക്കുക എന്ന് പറഞ്ഞാൽ വി ആർ ഡിവൈഡിങ് അല്ലേ, ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് കോംപ്ലക്സ് നമ്പർ ഡിവൈഡ് ചെയ്യുന്നത്? അപ്പോൾ ഡിനോമിനേറ്റർ വരികയാണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ്, ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് 2 - 3iൻ്റെ കോൺജുഗേറ്റ് 2 + 3i ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? ഇതിനെ 2 - 3i ഡിനോമിനേറ്ററിൽ എന്താണോ അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 + 3i ഡിവൈഡഡ് ബൈ 2 + 3i. മുകളിലും താഴെയും നമ്മൾ ഇതിൻ്റെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം ന്യൂമറേറ്ററിൽ എന്ത് വരും? 2 + 3i ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലോ 2 - 3i ഇൻറ്റു 2 + 3i എന്ന് വെച്ചാൽ 2 സ്ക്വയർ - 3i ദ ഹോൾ സ്ക്വയർ. അപ്പം ന്യൂമറേറ്റർ 2 + 3i ഇൻറ്റു 2 + 3i 2 + 3i ഹോൾ സ്ക്വയർ. ഇതിൻ്റെ എക്സ്പാൻഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, a + b ഹോൾ സ്ക്വയർ a² പ്ലസ്. അപ്പോൾ ആ ഐഡൻറ്റിറ്റീസ് ഒക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ ഡിനോമിനേറ്ററിൽ a - b ഇൻറ്റു a + b a² - b². അതാണ് 2² - 3i ഹോൾ സ്ക്വയർ. ന്യൂമറേറ്റർ 2 + 3i ഇൻറ്റു 2 + 3i 2 + 3i ഹോൾ സ്ക്വയർ. അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2² പ്ലസ്, അതായത് a² പ്ലസ് 2 ഇൻറ്റു a ഇൻറ്റു b. അപ്പം 2 ഇൻറ്റു 2 ഇൻറ്റു 3i ദറ്റ് ഇസ് 6 ഇൻറ്റു 2 12i. പിന്നെ ലാസ്റ്റ് ടേം എന്താ? 3i² 3i ഹോൾ സ്ക്വയർ. സോ പ്ലസ് 9i² ഡിവൈഡഡ് ബൈ താഴെ എന്താണ്? 2² എന്ന് വെച്ചാൽ 4ഉം മൈനസ് 3i ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 9i². അപ്പോൾ ഇവിടെ i² എന്നുള്ളത് -1 അല്ലേ? നേരത്തെ നമ്മൾ ഐൻ്റെ വാല്യൂസ് കണ്ടപ്പോൾ i² -1. അപ്പോൾ ഇതെന്തായി മാറും? 2² 4ഉം 9i² എന്നുള്ളത് -9. അപ്പോൾ ഈ റിയൽ പാർട്ട് ഞാൻ ഒന്നിച്ച് എഴുതാണ്, ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതി. ഡിവൈഡഡ് ബൈ ഇവിടെ i² -1 ആണ്, ആ മൈനസ് ഓഫ് മൈനസ്, അപ്പോൾ 4 + 9. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ എന്താ വരിക? 4 - 9 എന്ന് വെച്ചാൽ -5 + 12i ഡിവൈഡഡ് ബൈ 13. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പർ ഫോമിലേക്ക് ആക്കി മാറ്റുക. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? -5/13 പ്ലസ് i ഇൻറ്റു 12/13. ഇപ്പോൾ ഇതൊരു കോംപ്ലക്സ് നമ്പർ ഫോമാണ്. ഇതിൽ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ -5/13ഉം ഇമാജിനറി പാർട്ട് 12/13ഉമാണ്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ a/b ഫോം, ന്യൂമറേറ്റർ ഒരു കോംപ്ലക്സ് നമ്പർ, ഡിനോമിനേറ്റർ ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ നമ്മൾ അതിനെങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്ത് കോംപ്ലക്സ് നമ്പർ ഫോമിലേക്ക് കൊണ്ടുവരിക? അല്ലെങ്കിൽ ഇതാണ് ഡിവിഷൻ. എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ 2 - 3 ആണെങ്കിൽ 2 + 3i ആണ് അതിൻ്റെ കോൺജുഗേറ്റ്. അപ്പോൾ മുകളിലും താഴെയും അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ നമ്മുടെ എക്സ്പാൻഷൻ, അതായത് 2 + 3i ഇൻറ്റു 2 + 3i എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ റിയൽ നമ്പേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? a + b ഹോൾ സ്ക്വയർ a² + 2ab + b². അതേ എക്സ്പാൻഷൻ തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഇത് കോംപ്ലക്സ് നമ്പർ ആണ്, പക്ഷേ നമുക്ക് ആ എക്സ്പാൻഷൻ യൂസ് ചെയ്യാം. a² + 2ab + b² ഡിവൈഡഡ് ബൈ a + b ഇൻറ്റു a - b എന്ന് വെച്ചാൽ a² - b². അപ്പോൾ i² -1 ആണ്. അപ്പോൾ i² -1 ആണെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡിനോമിനേറ്ററിൽ കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ആക്കി എഴുതാം. അപ്പോൾ ഇത്രയും ഭാഗത്തു നിന്നുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഫോക്കസ് ഏരിയ ഭാഗം എന്ന് പറയുന്നത്, ആൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ കോൺജുഗേറ്റ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നേരത്തെ കോൺജുഗേറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നിരുന്നു അല്ലേ? കോൺജുഗേറ്റ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ എന്താണ്? z = 7 - 3i. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ z കോൺജുഗേറ്റ്. അപ്പോൾ മൈനസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ഇട്ട് എഴുതണം. 7 + 3i ആണ് അപ്പോൾ ആൻസർ. ഇപ്പോൾ കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ 7 - 3i ആവുമ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് എന്താണ്? 7 + 3i. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് i raised to 22.
ഐ റേസ് ടു 22ൻ്റെ വാല്യൂ എങ്ങനെ കാണാം? നേരത്തെ നമ്മൾ ഐ റേസ് ടു 4 1 ആണെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ ഐ റേസ് ടു 4ൻ്റെ മൾട്ടിപ്പിൾ ആക്കിയിട്ട് ഐ റേസ് ടു 22 എഴുതാൻ പറ്റുമോ? ഇല്ല. ഐ റേസ് ടു 20 എഴുതാം. അപ്പോൾ ഐ റേസ് ടു 4 റേസ് ടു 5 എന്ന് വെച്ചാൽ ഐ റേസ് ടു 20 ആയി. ബാക്കി എന്ത് വരും? ഐ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഐ റേസ് ടു 20 ആയി. പിന്നെ ഇൻറ്റു ഐ സ്ക്വയർ ആകുമ്പോൾ എക്സ്പൊണൻസ് നമുക്ക് ആഡ് ചെയ്യാം. ബേസസ് സെയിം ആണെങ്കിൽ എക്സ്പൊണൻസ് ആഡ് ചെയ്യാമല്ലോ. അപ്പോൾ ഐ റേസ് ടു 20 ഇൻറ്റു ഐ സ്ക്വയർ എന്ന് വെച്ചാൽ ഐ റേസ് ടു 22 ആണ്. അപ്പോൾ ഐ റേസ് ടു 4 റേസ് ടു 5 എന്ന് വെച്ചാൽ എത്രയാണ്? ഇത് 1 അല്ലേ? 1 റേസ് ടു 5 എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് 1. സോ ദിസ് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു ഐ സ്ക്വയർ. ഐ സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാണ്? -1. സോ ആൻസർ ഇസ് -1. അപ്പോൾ എപ്പോഴും പവേഴ്സ് ഓഫ് 4 ആക്കിയിട്ട് എഴുതുക. പവേഴ്സ് ഓഫ് 4 എന്ന് വെച്ചാൽ അത് 1 ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3. ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ 3 + 4i. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്താ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്? സെഡ് ഇൻവേഴ്സ്. സെഡ് ഇൻവേഴ്സ് ഈക്വൽ ടു സെഡ് കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ മോഡ് സെഡ് സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു സെഡ് കോൺജുഗേറ്റ്. ഇതിൻ്റെ കോൺജുഗേറ്റ് എന്താണ്? 3 + 4iൻ്റെ 3 - 4i ഡിവൈഡഡ് ബൈ മോഡ് സെഡ് സ്ക്വയർ. ഈ മോഡുലസ് ഓഫ് സെഡ് അത് ഞാൻ അവിടെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. മോഡുലസ് ഓഫ് സെഡ്, സെഡ് എന്ന് പറയുന്നത് a+ib ആണെങ്കിൽ മോഡ് സെഡ് എന്ന് പറയുന്നത് √a² + b² ആണ്. അത് നമ്മുടെ ഒറിജിൻ തൊട്ട് ഒരു പോയിന്റ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? AB വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മോഡ് സെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മോഡ് സെഡ് എന്ന് പറയുന്നത് √a² + b². അപ്പോൾ ഇവിടെ മോഡ് സെഡ് സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ റൂട്ട് വേണ്ട. സോ a² + b². a ഇവിടെ 3ഉം b ഇവിടെ 4ഉം. അപ്പോൾ 3² + 4². ദാറ്റ് ഈസ് ഈക്വൽ ടു 3 - 4i ഡിവൈഡഡ് ബൈ 9 + 16. ദാറ്റ്സ് ഈക്വൽ ടു 3/25 മൈനസ് i ഇൻറ്റു 4/25. അതാണ് സെഡ് ഇൻവേഴ്സ്. സെഡ് ഇൻവേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇനി നെക്സ്റ്റ് വൺ, റൈറ്റ് ഇൻ ദ കോംപ്ലക്സ് നമ്പർ ഫോം. ഇപ്പോൾ തന്നിരിക്കുന്നത് കോംപ്ലക്സ് നമ്പർ ഫോമിലല്ല. ഈ കോംപ്ലക്സ് നമ്പർ ഫോം എന്ന് പറഞ്ഞാൽ എപ്പോഴും a+ib ആ ഫോമിലേക്ക് ആക്കി എഴുതുന്നതിനാണ് കോംപ്ലക്സ് നമ്പർ ഫോം എന്ന് പറയുന്നത്. ഇതിപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും വരുന്നുണ്ട് അല്ലേ? അപ്പം ഡിനോമിനേറ്ററിൽ വരാൻ പാടില്ല, ന്യൂമറേറ്റർ മാത്രമേ കോംപ്ലക്സ് നമ്പർ വരാൻ പാടുള്ളൂ. അപ്പം അങ്ങനെയുള്ളതാണ് കോംപ്ലക്സ് നമ്പർ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇതിനെ കോംപ്ലക്സ് നമ്പർ ഫോമിലേക്ക് ആക്കി മാറ്റുക? 1 + 3i / 1 - 2i. എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിലുള്ളതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഇതിൻ്റെ കോൺജുഗേറ്റ് എന്താണ്? 1 + 2i ഡിവൈഡഡ് ബൈ 1 + 2i. ഇനി ന്യൂമറേറ്റർ നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്? 1 × 1. അപ്പോൾ ഇത് ഒരു ബ്രാക്കറ്റും ഇത് നെക്സ്റ്റ് ബ്രാക്കറ്റും. അപ്പോൾ ഫസ്റ്റ് ടേം ഇൻറ്റു ഫസ്റ്റ് ടേം 1. ഇനി ഫസ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം + 2i. സെക്കൻഡ് ടേം ഇൻറ്റു ഫസ്റ്റ് ടേം + 3i. സെക്കൻഡ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം + 6i² ഡിവൈഡഡ് ബൈ. ഇനി ഡിനോമിനേറ്റർ നോക്ക്, a - b ഇൻറ്റു a + b, ദറ്റ് ഈസ് a² - b². അപ്പോൾ 1² - 2i². ദറ്റ് ഈസ് ഈക്വൽ ടു ഈ 6i² എന്ന് വെച്ചാൽ എത്ര? i² -1 ആണ്. അപ്പോൾ -6. അപ്പോൾ 1 - 6. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? 1 + 5i, 2i + 3i എന്ന് വെച്ചാൽ 5i. i² -1 ആയതുകൊണ്ട് -6 ഡിവൈഡഡ് ബൈ 1 - 2i² എന്ന് വെച്ചാൽ 4i². 4i². പിന്നെയും ഈ i² -1 ആണ്. i² -1 ആകുമ്പോൾ ഇവിടെ +4 എന്നാവും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. 1 - 6 is -5 + 5i ഡിവൈഡഡ് ബൈ 1 + 4. i² -1 ആയതുകൊണ്ട് ഈ -4 ഉള്ളത് +4 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു -5 + 5i ഡിവൈഡഡ് ബൈ 5.
എല്ലാ 5ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എല്ലായിടത്തും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 5 കോമൺ ആണ് അല്ലേ? അപ്പോൾ അതങ്ങ് ക്യാൻസൽ ആകുമ്പോൾ -1 + i. അപ്പോൾ ഇപ്പോൾ അതൊരു കോംപ്ലക്സ് നമ്പർ ഫോമിലാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഫോമിലേക്ക് മാറ്റുക. എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് എടുത്ത് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണ് കോംപ്ലക്സ് നമ്പർ ഫോമിലേക്ക് മാറ്റുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5. റൈറ്റ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ -3 + √−7. അപ്പോൾ അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എഴുതണം. അപ്പോൾ അതിന് ആദ്യം നമുക്കൊരു കോംപ്ലക്സ് നമ്പർ ഫോമിലേക്ക് മാറ്റാം. -3 + √−7 എന്ന് പറയുന്നത് √−1 × √7 അല്ലേ? അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ്. -7 എന്ന് വെച്ചാൽ -1 × 7 ആണ്. രണ്ടിനും റൂട്ട് ഉള്ളതുകൊണ്ട് √−1 × √7 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു -3 + √−1 iയും √7. അപ്പം ഇനി ഇതിൻ്റെ റിയൽ പാർട്ട് എന്താ? റിയൽ പാർട്ട് ഇസ് ഈക്വൽ ടു -3, ഇമാജിനറി പാർട്ട് ഈക്വൽ ടു √7. ഇനി നെക്സ്റ്റ് വൺ. റൈറ്റ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ 1 + i / 1 - i -1 - i / 1 + i. അപ്പോൾ 1 + i / 1 - i -1 - i / 1 + i. ഇത് നമുക്കിങ്ങനെ ഫ്രാക്ഷൻസ് ആകുമ്പോൾ നമ്മളെങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യും അല്ലേ? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1 + i ² മൈനസ് ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 - i ² ഹോൾ ഡിവൈഡഡ് ബൈ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക 1 - i × 1 + i. ഇനി ന്യൂമറേറ്റർ നമുക്ക് a + b ² വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 + 2i + i² മൈനസ് ബ്രാക്കറ്റിൽ 1 - 2i + i² whole divided by a - b × a + b a² - b². ഇനി ഈ ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഈ മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 + 2i + i² -1 അതായത് ഈ മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ ഓരോ ടേംസിനും. അപ്പോൾ -1 + 2i - i² ഹോൾ ഡിവൈഡഡ് ബൈ 1 - i². ഇനി ഇവിടെ +i² ഉണ്ട്, ഇവിടെ -i² ഉണ്ട്, അത് ക്യാൻസലാവും. 1ഉം -1ഉം ക്യാൻസലാവും. ബാക്കി ന്യൂമറേറ്ററിൽ എന്താ വരുന്നത്? ബാക്കി ന്യൂമറേറ്ററിൽ 4iയും ഡിനോമിനേറ്ററിൽ 1 - i². i² -1 ആയതുകൊണ്ട് 1 - -1 എന്ന് വെച്ചാൽ +2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2i. അപ്പോൾ അത് കോംപ്ലക്സ് നമ്പർ ഫോമിൽ ആക്കി എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? റിയൽ പാർട്ട് അവിടെ കാണാനില്ല അല്ലേ? ഇല്ല ഒന്നും. അപ്പോൾ 0 + i × 2. അപ്പോൾ അവിടെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എന്താണ്? റിയൽ പാർട്ട് ഇസ് ഈക്വൽ ടു 0, ഇമാജിനറി പാർട്ട് ഇസ് ഈക്വൽ ടു 2. ഇങ്ങനെയാണ് കോംപ്ലക്സ് നമ്പറിനെ ആക്കി എഴുതുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7. ഫൈൻഡ് ദ വാല്യൂ ഓഫ് i raised to -35. അപ്പോൾ i raised to -35 എന്ന് വെച്ചാൽ 1/i raised to 35 ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചു i raised to 4ൻ്റെ മൾട്ടിപ്പിൾ ആക്കി എഴുതണം. അപ്പോൾ i raised to 4 എൻ്റെ നിയറസ്റ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? നിയറസ്റ്റ് ആയിട്ട് വരുന്നത് i raised to 4 raised to 8 ആണെങ്കിൽ എന്താണ്? i raised to 32 വരും അല്ലേ? i raised to 32 കഴിഞ്ഞാൽ ബാക്കി i³ 32 + 3 അല്ലേ 35. അപ്പോൾ ബേസസ് സെയിം ആക്കി എഴുതുമ്പോൾ പവേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഭാഗം എന്തായി? i raised to 4 raised to 8 എന്ന് പറഞ്ഞാൽ i raised to 4 എന്ന് പറഞ്ഞാൽ തന്നെ അത് 1 ആണ്. അപ്പോൾ 1/i³. i³ is i² × i. i² എന്ന് വെച്ചാൽ -1. സോ -1/i. ഇനി എന്താ നെക്സ്റ്റ് ചെയ്യേണ്ടത്? കോംപ്ലക്സ് നമ്പർ ഫോമിൽ ആയിട്ടില്ല.
അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ വെറും ഐ ആണെങ്കിൽ നമ്മൾ ഐ തന്നെ എടുത്ത് മുകളിലും താഴെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ ബൈ ഡിനോമിനേറ്റർ എന്താണ് ഐ സ്ക്വയർ. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1, മൈനസ് ഐ ബൈ -1, അപ്പോൾ പ്ലസ് ഐ. അപ്പോൾ എങ്ങനെയാണ് കോംപ്ലക്സ് നമ്പർ ഫോമിൽ എഴുതുക? 0 പ്ലസ് ഐ. അപ്പോൾ 0 ആണ് അവിടെ റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട് ഐ. 1 ആണ് ഇമാജിനറി പാർട്ട്, ഐ ഇൻറ്റു 1. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8. എക്സ്പ്രസ് 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ ഇൻ ദ ഫോം എ പ്ലസ് ഐ ബി. അതായത് കോംപ്ലക്സ് നമ്പർ ഫോമിലാക്കി എഴുതാനാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് 1 പ്ലസ് ഐ ബൈ 1 മൈനസ് ഐ കോംപ്ലക്സ് നമ്പർ ഫോമിലാക്കണമെങ്കിൽ നമ്മൾ മുകളിലും താഴെയും ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 മൈനസ് ഐൻ്റെ കോൺജുഗേറ്റ് ആണ് 1 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ. അപ്പോൾ ന്യൂമറേറ്റർ എന്താണ് 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ 1 സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ. ഇനി എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. 1 സ്ക്വയർ പ്ലസ് 2i പ്ലസ് ഐ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1, അപ്പോൾ +1i. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2i മൈനസ് 1 ബൈ 2. +1ഉം -1ഉം ക്യാൻസൽ ചെയ്താൽ ബാക്കി 2i ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ. അപ്പോൾ കോംപ്ലക്സ് നമ്പർ ഫോമിലാക്കുമ്പോൾ 0 പ്ലസ് ഐ. എപ്പോഴും നമ്മൾ കോംപ്ലക്സ് നമ്പർ ഫോമിലേക്ക് മാറ്റി എഴുതണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് ദി കോംപ്ലക്സ് നമ്പർ 3 മൈനസ് റൂട്ട് ഓഫ് -16 ബൈ 1 മൈനസ് റൂട്ട് ഓഫ് -9 ഇൻ ദ ഫോം എ പ്ലസ് ഐ ബി. ഇതിനെ കോംപ്ലക്സ് നമ്പർ ഫോമിലേക്ക് ആക്കി എഴുതണം. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള ഇതിലേക്ക് നമുക്ക് മാറ്റാം. 3 മൈനസ് റൂട്ട് ഓഫ് -16 ബൈ 1 മൈനസ് റൂട്ട് ഓഫ് -9. ഇനി 16ൻ്റെ റൂട്ട് 4 ആണ് അല്ലേ. അപ്പോൾ പിന്നെ റൂട്ട് ഓഫ് -1 ഉണ്ട്. അപ്പോൾ 3 മൈനസ് റൂട്ട് ഓഫ് -1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഈ റൂട്ട് ഓഫ് -16 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റൂട്ട് ഓഫ് -1 ഇൻറ്റു റൂട്ട് ഓഫ് 16 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 16 4ഉം റൂട്ട് ഓഫ് -1 ഐയും ആണ്. അപ്പോൾ 3 മൈനസ് ഐ ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ ഇവിടെയോ 1 മൈനസ് ഐ ഇൻറ്റു 3. അപ്പം ഇങ്ങനെയാണ് ശരിക്കുള്ള നമ്പർ. ഇതിനെ നമ്മൾ കോംപ്ലക്സ് നമ്പർ ഫോമിലേക്ക് ആക്കണം. അപ്പോൾ ഇതിനെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് ദാറ്റ് ഈസ് 1 പ്ലസ് ഐ ഇൻറ്റു 3 വെച്ചിട്ട് മുകളിലും താഴെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ ഇത് ഫസ്റ്റ് ബ്രാക്കറ്റും സെക്കൻഡ് ബ്രാക്കറ്റും. ഫസ്റ്റ് ടേം ഇൻറ്റു ഫസ്റ്റ് ടേം 3. 3 ഇൻറ്റു 1 ഇസ് 3. 3 ഇൻറ്റു I3 ഇസ് പ്ലസ് 9i. I മൈനസ് I4 ഇൻറ്റു 1 ഇസ് മൈനസ് 4i. പിന്നെ മൈനസ് I ഇൻറ്റു 4 ഇൻറ്റു പ്ലസ് I ഇൻറ്റു 3. അപ്പം മൈനസ് I സ്ക്വയർ ഇൻറ്റു 4 ഇൻറ്റു 3 ഇസ് 12. ഹോൾ ഡിവൈഡഡ് ബൈ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി a സ്ക്വയർ മൈനസ് 3i the whole square. That is equal to, പിന്നെ എന്താ ന്യൂമറേറ്ററിൽ എന്താ വരിക? ഈ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ ഇവിടുത്തെ മൈനസ് ഈ മൈനസും കൂടി ആകുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ 3 പ്ലസ് 12. പിന്നെ 9i മൈനസ് 4i ഇസ് പ്ലസ് 5i ഡിവൈഡഡ് ബൈ 1 മൈനസ് 9i സ്ക്വയർ. 9i സ്ക്വയർ, ഐ സ്ക്വയർ -1 ആണ്. അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. സോ 15 പ്ലസ് 5i ഡിവൈഡഡ് ബൈ 1 പ്ലസ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 15 പ്ലസ് 5i ഡിവൈഡഡ് ബൈ 10. ഇനി ആ ഫുള്ള് നമുക്കറിയാം 5 കോമൺ അല്ലേ. ഇത് 5 ഇൻറ്റു 3 ആണ്, ഇത് 5 ഇൻറ്റു 1 ആണ്, ഇത് 5 ഇൻറ്റു 2 ആണ്. ഫുൾ മുകളിലും താഴെയും വെച്ച് നമുക്ക് എല്ലാ 5ഉം അങ്ങ് ക്യാൻസൽ ചെയ്താൽ ബാക്കി 3 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 2. സോ ദ ആൻസർ ഇസ് 3/2 പ്ലസ് ഐ ഇൻറ്റു 1/2. അപ്പോൾ അവിടെ റിയൽ പാർട്ടും ഉണ്ട് ഇമാജിനറി പാർട്ടും ഉണ്ട് അല്ലേ. റിയൽ പാർട്ട് 3/2ഉം ഇമാജിനറി പാർട്ട് 1/2 ആണ്.
ഇനി ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിൻ്റെ, അതായത് സെഡ് ഇൻവേഴ്സ്. സെഡ് ഇൻവേഴ്സ് ഇസ് സെഡ് കോൺജുഗേറ്റ് ബൈ മോഡ് സെഡ് സ്ക്വയർ. സെഡ് കോൺജുഗേറ്റ് എന്ന് വെച്ചാൽ 2 + 3i ഡിവൈഡഡ് ബൈ മോഡ് സെഡ് സ്ക്വയർ എന്ന് വെച്ചാൽ 2 സ്ക്വയർ + 3 സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു 2 + 3i divided by 4 + 9. That is equal to 2 + 3i divided by 13. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. കോംപ്ലക്സ് നമ്പർ ഫോമിൽ 2/13 + i × 3/13. ഇതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇനി നെക്സ്റ്റ് വൺ, let z1 is equal to 2 - i and z2 is equal to -2 + i. Find റിയൽ പാർട്ട് ഓഫ് z1 z2 ബൈ z1 കോൺജുഗേറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ z1 z2 ബൈ ആ ബ്രാക്കറ്റിലുള്ളത് ആദ്യം കണ്ടുപിടിക്കാം. z1 z2 എന്ന് വെച്ചാൽ 2 - i ഇൻറ്റു -2 + i ഡിവൈഡഡ് ബൈ z1 കോൺജുഗേറ്റ്, അതായത് 2 + i. ഇനി ന്യൂമറേറ്റർ നോക്കൂ. ന്യൂമറേറ്ററിൽ ഈ സെക്കൻഡ് ടേമിൽ ഞാനൊരു മൈനസ് സൈൻ പുറത്തെടുക്കുക. അപ്പോൾ ഇവിടെ ഓൾറെഡി 2 - iയും ഇതിനകത്തുനിന്ന് രണ്ടിൽ നിന്നും ഒരു നെഗറ്റീവ് സൈൻ പുറത്തെടുത്ത് ആ മൈനസ് സൈൻ ഞാൻ പുറത്തിട്ടു. ബാക്കി ഇവിടെയും എന്താ വരിക? 2 - i തന്നെയാണ് വരിക. രണ്ടിൽ നിന്നും മൈനസ് പുറത്തെടുക്കുമ്പോൾ 2 - i വരും. ഡിവൈഡഡ് ബൈ, ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവിടുന്ന് മൾട്ടിപ്ലൈ ചെയ്താലും മതി കേട്ടോ. ഡിവൈഡഡ് ബൈ 2 + i. ന്യൂമറേറ്റർ മൈനസ് ഇതെന്തിൻ്റെ ഇതാണ്? a - b ഹോൾ സ്ക്വയർ 2 - i ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 + i. ഇനി നമുക്കത് എക്സ്പാൻഡ് ചെയ്യാം. നമ്മൾ പണ്ട് പഠിച്ച a - b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. a സ്ക്വയർ, അതായത് 2 സ്ക്വയർ -2 × 2 4i + i സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 2 + i വിച്ച് ഇസ് ഈക്വൽ ടു -2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ഉം -4i -1 whole divided by 2 + i. That's equal to -4 - 1 എന്ന് വെച്ചാൽ 3 -4i whole divided by 2 + i. ഇനി ഇപ്പോഴും നമുക്ക് കോംപ്ലക്സ് നമ്പർ ഫോമിലൊന്നും കിട്ടിയിട്ടില്ല അല്ലേ? അപ്പോൾ ഇനി കോംപ്ലക്സ് നമ്പർ ഫോമിലേക്ക് മാറ്റണം. 3 - 4i ഡിവൈഡഡ് ബൈ 2 + i എന്ന് പറയുന്നത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നാലേ കോംപ്ലക്സ് നമ്പർ ഫോമിലാവുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ന്യൂമറേറ്റർ ഫസ്റ്റ് ടേം ഇൻറ്റു ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് 6, 3 × -i -3i -8i + 4i സ്ക്വയർ whole divided by 2 square - i square. That is equal to -4i square എന്ന് വെച്ചാൽ -4. അപ്പോൾ 6 - 4 2 -3 -8i, that is -11i whole divided by ഡിനോമിനേറ്റർ എന്ത് വരും? 4 -1, അതായത് 4 + 1. That is equal to -2 - 11i divided by 5. ഇനി നമുക്ക് ഈ മൈനസ് സൈൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2/5 + i × 11/5. Therefore, real part of z1 z2 divided by z1 conjugate, ഇതിൻ്റെ റിയൽ പാർട്ട് എത്രയാണ്? -2/5 ആണ്. നമ്മുടെ ഈ ഫോക്കസ് ഏരിയയിൽ വരുന്നത് ആൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. എങ്ങനെയാണ് കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പവേഴ്സ് ഓഫ് i, പിന്നെ എക്സ്പാൻഡ് ചെയ്യുന്നത്, അതായത് z1 + z2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു z1 സ്ക്വയർ + z1 z2 + z2 സ്ക്വയർ. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പാൻഷൻസ്, ഈ കോംപ്ലക്സ് നമ്പർ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പാൻഷൻസ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നത്. ഓക്കെ, അപ്പം ഇത് ചെയ്ത് പഠിക്കുക.
ആൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഭാഗമാണ് ഫോക്കസ് ഏരിയയിൽ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദോസ് ഹു ഹാവൻ സബ്സ്ക്രൈബ്ഡ്, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.